നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നത് ഒരു ഗസ്റ്റ് അല്ല 2 ഗസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 അല്ല, അത് കൂടുതൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഗസ്റ്റ് ശ്വേതാ മേനോനാണെന്ന് നമ്മൾ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ലേറ്റസ്റ്റ് ന്യൂസ് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് ശ്വേതാ മേനോനായിരിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് രാത്രിയിലൊരു പ്രൊമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ശ്വേതാ മേനോൻ വന്നത്. അതിൽ ശ്വേതാ മേനോനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ്, ബിഗ് ബോസ് വീട്ടിലെ ബിഗ് ബോസ് സംഘത്തിൽ അലക്സാണ്ട്ര രാജകുമാരി എന്നൊരു ലേബലിലാണ് ശ്വേതാ മേനോൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്വേതാ മേനോൻ്റെ ഒരു നല്ലൊരു മാസ്റ്റർ ബ്രെയിൻ കളിയാക്കി കാണാൻ പോകണം. എന്താ വെച്ചാൽ ശ്വേതാ മേനോൻ്റെ കയ്യിലൊരു ഡയമണ്ട് വജ്രം ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റം കിട്ടണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് നേടാനാണ് ഇവർ പലരും നോക്കുന്നത്. എല്ലാവരും നോക്കുന്നുണ്ട് അതിനോട്. ശ്വേതാ മേനോൻ അതൊന്നും വകവെക്കാണ്ട് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പവർ റൂമിൽ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്. അപ്പോൾ പവർ ടീമിൽ പറ്റൂല എന്ന് പറഞ്ഞ് മാറി. പിന്നെ ഡെൻ റൂമിൽ തന്നെ കയറണം, ഡെൻ റൂമിൽ ആരും വരാൻ പാടില്ല, പുറത്തേക്ക് വെക്കുമെന്നൊക്കെ പറഞ്ഞ് ആരും കയറ്റുന്നില്ല. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടാണ് ശ്വേതാ മേനോൻ പെരുമാറുന്നത്. പിന്നെ കുറച്ച് ഇപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞാൽ ഒരു ഫൈറ്റിൻ്റെ അടുത്ത് തുടക്കമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഫുള്ളും കാണിച്ചിട്ടില്ല. ബാക്കി പ്രൊമോ വരും, നമ്മൾ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സാബുമോന് ശേഷം ശ്വേതാ മേനോൻ ഒരു വളരെ സീസൺ 1 നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. എന്ത് പറഞ്ഞാലും അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ശ്വേതാ മേനോൻ. അപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ എന്താണ് ഒപ്പം തന്നെയുള്ള ഒരു പെരുമാറ്റം തന്നെ എനിക്ക് ഈ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാം ഇനി എന്താ സംഭവിക്കാൻ പോണേന്ന്.